ഒരു ഇസ്ലാം ആരുടെയും മുമ്പിൽ തല കുനിക്കാറില്ല, ആരുടെയും മുന്നിൽ മുട്ടുമടക്കാറില്ല. ഒരു അന്യമതസ്ഥനായ രാഷ്ട്രീയ നേതാവ് ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും മഹത്വത്തെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അപൂർവമായും ശ്രദ്ധേയമായും തോന്നുന്ന ഒരു സംഭവമാണ്. അത്തരമൊരു വേദിയിലാണ് ഉണ്ണിത്താൻ MP ഇസ്ലാമിനെ പ്രശംസിച്ച് സംസാരിച്ചത് പലരെയും ആലോചിപ്പിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മതത്തെ മതിലുകളാക്കി വേർതിരിക്കുന്ന സമീപനം ഇല്ലായിരുന്നു. മറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ കരുണ, നീതി, മാനവികത, സഹജീവിത ബോധം എന്നിവയെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഖുർആൻ മനുഷ്യരെ വെറുപ്പിലേക്കല്ല, മറിച്ച് അറിവിലേക്കും ആത്മപരിശോധനയിലേക്കും നയിക്കുന്ന ഗ്രന്ഥമാണെന്ന അവബോധവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു. ഇസ്ലാം ഒരു മതം മാത്രമല്ല, അതൊരു സമഗ്ര ജീവിത ദർശനമെന്ന സന്ദേശവും അദ്ദേഹം മുന്നോട്ട് വച്ചു. പാവപ്പെട്ടവർക്കുള്ള കരുതൽ, സ്ത്രീകൾക്ക് നൽകിയ മാന്യത, സാമൂഹിക നീതിയിലേക്കുള്ള ശക്തമായ നിലപാട്, ഇതൊക്കെ ഖുർആനിൻ്റെയും പ്രവാചക സന്ദേശത്തിൻ്റെയും ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്യമതസ്ഥനായ ഒരാളിൽ നിന്ന് ഇത്തരമൊരു തുറന്നു പറച്ചിൽ കേൾക്കുമ്പോൾ മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എത്രമാത്രം മനുഷ്യരെ അകറ്റി നിർത്തുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടി വരുന്നു. ഈ പ്രസംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: സത്യവും നന്മയും ഏത് മതത്തിൽ നിന്നായാലും അംഗീകരിക്കപ്പെടണം. മതസൗഹാർദ്ദമെന്ന് വെറും വാക്കുകളിൽ തള്ളി വിട്ടുകളയരുത്. പരസ്പര ബഹുമാനവും അംഗീകാരവുമാണ് അതെന്ന് മറക്കരുത്. ഉണ്ണിത്താൻ MP-യുടെ വാക്കുകൾ ഇസ്ലാമിനെ പ്രശംസിക്കുന്നതിനുപരി മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള ഒരു വലിയ സന്ദേശമായി മാറുന്നു. മതങ്ങളുടെ ഉള്ളടക്കത്തിൽ നന്മയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ ശക്തവും ശാന്തവുമായ ഒരു വഴിയിലേക്ക് നീങ്ങും. നോക്കൂ, അന്യമതസ്ഥനായ ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളെയും കാഴ്ചപ്പാടുകളെയും ഒരിക്കലും മനസ്സിൽ പോലും കരുതാതെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അവർ ഇസ്ലാമിൽ തന്നെ ജനിച്ചു, എന്നിട്ട് ഇസ്ലാമിനെ തന്നെ അപവാദം പറഞ്ഞ് ഇപ്പോൾ ജീവിക്കുന്നു. ഇത്തരക്കാർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ കരുതിയതല്ല ഇസ്ലാമെന്നും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സന്ദേശമെന്നും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും, അല്ലയോ മനുഷ്യരെ, ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. എത്ര മനോഹരമായ ഒരു ആപ്തവാക്യമാണത്! ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അതാണ് യാ യൂഹനാസ് ഇന ഖലഖനാകിൻ മിൻ ദക്രിൻ വ ഉൻസ. അപ്പോ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളാണ്. ബാക്കിയെല്ലാം ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മതങ്ങളിലും അനുശാസിക്കുന്നത്. സനാതന ധർമ്മമായ ഹിന്ദുധർമ്മം, അതൊരു മതമല്ലെങ്കിൽ പോലും സനാതനമായ ധർമ്മം പറയുന്നത് ലോകമേ തറവാടെന്നാണ്. വസുദൈവ കുടുംബകം. ഒരു തറവാടിനൊരു അച്ഛൻ, ഒരു അമ്മ, ഒരു കുടുംബം. അപ്പൊ ലോകം മൊത്തം ഒരു കുടുംബം. കുടുംബത്തിലൊരു നാഥൻ, ഒരു നായിക, ഒരു സ്ത്രീ, ഒരു പുരുഷൻ. അതാണ് സനാതന ധർമ്മമായ ഹിന്ദു ധർമ്മം അനുശാസിക്കുന്നത്. വസുദൈവ കുടുംബകം മാത്രമല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഖുർആനിൽ മനുഷ്യന്റെ നന്മയ്ക്കായി എന്തെല്ലാമാണോ പറയുന്നത് അതുതന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും സുഖം, ക്ഷേമം, ഐശ്വര്യം, സമൃദ്ധി, ഇതാണ് സനാതന ധർമ്മമായ ഹിന്ദു ധർമ്മം പറയുന്നത്. മാത്രമല്ല, ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ബൈബിൾ എന്താ പറയുന്നത്? ആദം ആൻഡ് ഈവ്, ആദി മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ആദവും ഹവ്വയും. അവിടെയാണ് നമ്മുടെ പ്രഭവ കേന്ദ്രം, അവിടെയാണ് നമ്മുടെ ഉൽപ്പത്തി. ഈവ്, ആദി മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ആദവും ഹവ്വയും. അവിടെയാണ് നമ്മുടെ പ്രഭവ കേന്ദ്രം, അവിടെയാണ് നമ്മുടെ ഉൽപ്പത്തി.